ഇതുവരെ കണ്ട ലാസർ എന്ന പരമദരിദ്രനായ ഒരു മനുഷ്യനായിട്ടല്ല യേശു തമ്പുരാൻ ഈ കഥയിൽ ലാസർ എന്ന മനുഷ്യനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് സ്വർണ്ണനാമകാരനായ ഈവാനിയോസ് നമുക്ക് വ്യാഖ്യാനിച്ചു നൽകും. അദ്ദേഹം പറയും, Lazarus stands as a single teacher for the whole world. ഈ ലോകത്തിന് മുഴുവൻ ഒരു വിശ്വഗുരുവായി ലാസർ ഈ കഥയിൽ തെളിയുകയാണ്. മഹാനായ ഡയോജനസിനെ പോലെ, ഇങ്ങേയറ്റ അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ, അങ്ങേയറ്റ മേലിയ പ്രവാചകനെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ, ഇങ്ങനെ ഈ ചരിത്ര ലോകത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ ഭോഗ താല്പര്യങ്ങളുടെ പിന്നാലെ പോകാതെ സമാന്തരമായി ബദൽ ജീവിതം നയിച്ച ആത്മനിയന്ത്രണമുള്ള മനുഷ്യരുടെ വെളിച്ചത്തിന്റെ പാതയിലെ ഒരു കണ്ണിയായി ലാസർ എന്ന വിശ്വഗുരുവിനെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ദരിദ്രവാസിയല്ല ലാസർ. എന്നാണ് യേശുവിന്റെ കഥയുടെ വെളിച്ചം. ഒന്നാമത്തെ ദിവസത്തെ പ്രഭാഷണം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? Just as the dogs lick the wounds of the poor man, so demons lick the sins of the rich man. എങ്ങനെയാണോ നായ്ക്കൾ ആ പരമദരിദ്രനായ മനുഷ്യന്റെ വ്രണങ്ങളെ നക്കിത്തുടച്ച് വലുതാക്കിയത്, അതുപോലെ തന്നെ ആ ധനവാനായ മനുഷ്യന്റെ ആന്തരികതയിലെ പാപപ്പൊന്നുകളെ പിശാചിങ്ങനെ നക്കിത്തുടച്ച് വലുതാക്കിക്കൊണ്ടിരുന്നു, അകവും പുറവും. ക്യാരക്ടർ സ്റ്റഡി. പുറമേ കാണുന്നതല്ല മനുഷ്യൻ, അവന്റെ ആന്തരിക ഗുണങ്ങളാണ്. ഈ ധനവാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ധനമുള്ളവരെല്ലാം പ്രശ്നക്കാരല്ല. സമ്പത്തുള്ളവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നൊരിടത്ത് നമ്മൾ വായിക്കുന്നു. പക്ഷെ അതിന്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസം. എന്താ ഈ സമ്പത്തിൽ ആശ്രയിക്കുന്നതിന്റെ പ്രശ്നം? അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ എക്സിബിഷനിസം, പ്രദർശനം. തന്റെ സമ്പത്താണ് തന്റെ സ്വത്വം എന്നൊരുത്തൻ തെറ്റിദ്ധരിക്കുകയാണ്. ദൈവത്തിലല്ലാതെ മറ്റെന്തിൽ ആശ്രയിച്ചാലും അത് ദൈവാശ്രയത്തെ കുറയ്ക്കും എന്നുള്ളത് കൊണ്ടാണ് അത് പാപമാകുന്നത്. ദൈവത്തിലല്ലാതെ അതിനേക്കാൾ മറ്റെന്തിൽ ആശ്രയിച്ചാലും അത് ദൈവാശ്രയത്തെയാണ് കുറയ്ക്കുന്നത്. അതുകൊണ്ടാണ് അത് പാപമാകുന്നത്. ആ പാപത്തിന്റെ പൊന്നുകളെയാണ് പിശാചിങ്ങനെ വലുതാക്കിക്കൊണ്ടത്. സക്കായിയുടെ വീട്ടിൽ യേശു തമ്പുരാൻ കടന്നു വരുമ്പോൾ സക്കായിയോട് പറയുന്നത് എന്താ? ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഈ ഭവനത്തിന്റെ രക്ഷയുണ്ടായി. എന്താ ഇതിന്റെ കണക്ഷൻ? അതുവരെ ചുങ്കക്കാരനായിരുന്നവൻ, എല്ലാം ഇങ്ങോട്ട് കളക്ട് ചെയ്തുകൊണ്ടിരുന്നവൻ, തന്റെ സമ്പത്തിന്റെ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് യേശുവിന്റെ ദർശനം അവന്റെ വിചാരത്തെ തകിടമറിച്ചു. കൂട്ടിവെച്ചുകൊണ്ടിരുന്നവൻ കൊടുക്കാൻ തയ്യാറായപ്പോ യേശുവിനെ വിശേഷിപ്പിക്കാൻ ഇവനും എല്ലാവർക്കും എടുത്തു കൊടുക്കുന്ന അബ്രഹാമിന്റെ മകൻ, ആ യഥാർത്ഥ വിശേഷണത്തിലേക്ക് അവനും കടന്നു വരികയാണ്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചടക്കപ്പെട്ടു. മൂന്നാമത്തെ വരി ആദ്യം. രണ്ട് മരണവൃത്താന്തങ്ങളാണ് ഇവിടെ യേശു തമ്പുരാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിങ് നമ്മുടെ ഈ ലോകത്തിലെ മരണവാർത്തയുടെ റിപ്പോർട്ടിങ്ങുമായിട്ട് ഘടകവിരുന്നു. ഈ ലോകത്തിൽ ഒരു ധനവാൻ മരിക്കുമ്പോൾ എത്ര കോളം വാർത്ത വേണം? ധനത്തിൽ ആശ്രയിക്കുന്നവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ അതിനും കൂടെ പൈസ ബാങ്കിൽ ഇട്ടേക്കണം. കാരണം എന്താ വെച്ചാൽ കൊച്ചുമക്കളുടെ പേരെന്തായാലും കൊടുക്കത്തില്ല. പിന്നെ നമ്മൾ വഹിച്ച സ്ഥാനങ്ങളെല്ലാം കൂടെ കൊടുക്കണമെങ്കിൽ വാക്കിന് പത്രക്കാർ പൈസ വാങ്ങിക്കും. ഇപ്പൊ മാനേജ്മെന്റ് ഉണ്ടാവും, മറ്റേ തൃക്കാക്കര ആർട്സ്
ക്ലബിന്റെ പ്രസിഡന്റ് ആയിരിക്കും, ഇങ്ങനെ ഓരോ നമുക്ക് ഒത്തിരി സ്ഥാനങ്ങളുണ്ട്. ഈ സ്ഥാനം എല്ലാം കൂടെ വെച്ച് വരുമ്പോഴത്തേക്കും അവസാനം കൊച്ചുമക്കളിലാവും. നമുക്കിവിടെ വാക്ക് നിന്ന് നോക്കാം, പിള്ളേർ നിന്നിക്കൊണ്ടല്ലോ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. എത്ര വാക്കുണ്ട്? 8 വാക്ക്. ഒരു ദരിദ്രവാസി മരിച്ചപ്പോൾ 8 വാക്ക്. അപ്പൊ ഒരു ധനികൻ മരിക്കുമ്പോൾ എത്ര വാക്ക് വേണം? എത്ര വേണം? പുത്തൂർ ധനവാന്മാരൊന്നും ഇല്ല, അതോ മരിക്കാറില്ല. കുറഞ്ഞ പക്ഷെ ഒരു 16 വേണ്ടേ? ഇല്ല, ഒരു ദരിദ്രവാസി മരിക്കുമ്പോൾ 8 വാക്ക്. ഇപ്പോ ഉദാഹരണത്തിന് ഇടുക്കിയില്ല കട്ടപ്പനയിൽ വലിയ ആന കുത്തിക്കൊന്നു കഴിഞ്ഞു, അതിന്റെ കാര്യം കഴിഞ്ഞു, പിന്നെ അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല, ആന കുത്തിക്കൊന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് ദരിദ്രന്മാർ സാധാരണ നമ്മുടെ ലോകബുദ്ധിയിൽ മരിക്കുന്നില്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ വേദപുസ്തകത്തിൽ യേശു പറഞ്ഞ കഥയിൽ ഒരു ദരിദ്രൻ മരിക്കുമ്പോൾ അവന് 8 വാക്ക് വേദപുസ്തകം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ ഒരു ധനവാൻ മരിക്കുമ്പോ ഒരു ദരിദ്രൻ 8 വാക്ക് കൊടുത്തെങ്കിൽ 16ഓ 32ഓ സ്വാഭാവികമായിട്ടും വേണം. പക്ഷെ വേദം കൊടുത്തിരിക്കുന്നത് ധനവാനും മരിച്ച് അടക്കപ്പെട്ടു 3 വാക്കേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും പാഠം പഠിക്കാനുണ്ടോ? 3 പാഠം പഠിക്കാനുണ്ട്. 3 പാഠം പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം, ഈ ഭൂമിയിൽ തനിച്ചായിരുന്നവൻ മരണാനന്തരം മാലാഹമാരുടെ അകമ്പടിയോടുകൂടിയാണ് എതിരേൽക്കപ്പെടുന്നത്. ഈ ഭൂമിയിൽ പരിചാരകർ ഏറെ ഉണ്ടായിരുന്നവൻ മരണാനന്തരം തനിച്ചാണ്. ഇതാ ഞാൻ പറഞ്ഞു, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു പറഞ്ഞ കഥയാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു അഡ്രസ് ഉണ്ടാവും. ധനത്തിൽ ആശ്രയിച്ചവൻ മരിച്ചപ്പോ ധനവാൻ എന്താ പറയാ? ആപ്പിൾ എവിടെ? ആപ്പിൾ